ഈ തിരക്കഥാകൃത്തുക്കൾ ഒരു സിനിമ സംവിധായകന്റെയോ നായക നടന്റെയോ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ പൊതുവെ ഒരു വൺ ലൈൻ ഐഡിയ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാറുണ്ട്. അത് കേട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ആളുകൾ സിനിമ കമ്മിറ്റ് ചെയ്യാറ്. ആകാശ് ദേവ് രചന നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ നാദിർ ഷാ സിനിമയായിട്ടുള്ള മാജിക് മഷ്റൂംസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇവർ ഈ സിനിമയിലൂടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു. അതായത് ഈ പടത്തിന്റെ കഥ നിങ്ങൾ ഒരാളോട് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളോട് ചോദിക്കും, അല്ല അപ്പം മുന്നേ പറഞ്ഞ കുറേ സീനുകളുടെ ആവശ്യം എന്തായിരുന്നു, ഈ പാട്ടിനൊക്കെ ഇവിടെ എന്താ കാര്യം എന്നൊക്കെ. എപ്പോഴാണ് മൂഡ് മാറുക എന്ന് പറയാൻ പറ്റാത്തൊരു തിരക്കഥയായതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു ഇൻഡയറക്റ്റ് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയാണോ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലത്തെ ആദ്യത്തെ ഡയറക്ടർ ബ്രില്യൻസ് നാദിർ ഷായ്ക്ക് അർഹിച്ചതാണ്. കൊച്ചർക്കൻ അഥവാ അയോൺ ആണ് നമ്മുടെ നായകൻ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ സ്ഥിരം അവതരിപ്പിക്കുന്ന ജോലിയും കൂലിയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ അപ്പോൾ തന്നെ ദിവ്യപ്രേമത്തിൽ വീഴുന്ന അതേ ടൈപ്പ് ക്യാരക്ടർ. ഉടായ്പ് കളിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നതിനിടയിൽ ജാനകി എന്നൊരു പെൺകുട്ടിയെ കൊച്ചർക്കന് കാണേണ്ടി വരുന്നു. ഉടക്കി തുടങ്ങിയ ബന്ധം മെല്ലെ മെല്ലെ പ്രേമമാവുകയും ആ പ്രേമത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ പടത്തിന്റെ ട്രെയിലറും പ്രൊമോ മെറ്റീരിയലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടുകാരെ തിയേറ്ററുകളിൽ കയറ്റാനുള്ള ഒരു ഡെസ്പറേഷൻ ശരിക്കും കാണാൻ പറ്റും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്ന മറ്റേ ജോമു സംഗതി ഇവരുടെ ട്രെയിലറിന്റെ അവസാനം ഓഡിയോ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ അടുത്ത് ബസ്സിൽ വീഡിയോ എടുത്ത് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം വന്നപ്പോഴുള്ള കാര്യത്തെ വെച്ച് ഒരു പ്രൊമോ വീഡിയോ ഇവരുണ്ടാക്കിയിരുന്നു. അതായത് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എടാ ഇത് കേസാവുമോ എന്നൊക്കെ അബിൻ ബിനോയോട് സംസാരിക്കുന്നതായിട്ടാണ് പ്രൊമോ. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ ജോമു സംഗതി ഒട്ടും തന്നെ ഇല്ല. പിന്നെ രണ്ടാമത്തെ ബസ്സിലെ സീൻ വേറെ ഒരു സീനിനെ ഇവർ പ്രൊമോഷന് വേണ്ടിയിട്ട് മാറ്റി ഡബ് ചെയ്തതാണ്. ഈ സിനിമയിൽ ഒരു ബസ് യാത്ര കാണിക്കുമ്പോൾ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പടം എങ്ങാനും ഒരാഴ്ച വൈകി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നാദിർ ഷാ ചിലപ്പോൾ മണമുള്ള പൂന്നുള്ളി എന്ന പാട്ടും വെച്ച് ആ ഡ്രൈവറുടെ 2 ഷോട്ട് വിട്ട് ഒരു പ്രൊമോ അങ്ങനെ ഇറക്കിയാനെ. അമ്മച്ചി പാമ്പ് എന്നൊരു ചെക്കൻ അലറുന്ന സീനും സാക്ഷാൽ ശാന്തിവിള ദിനേശ് തന്നെ വന്ന് അഴുക്കച്ചക്കൻ തന്തയേക്കാൾ മോശം എന്ന ഡയലോഗ് പറയുന്ന സീനും ഈ പടത്തിലുണ്ട്. എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ കോമഡി പടമാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അത് മൊത്തം ട്രാജഡി ആവുന്ന ഒരു കാഴ്ചയാണ് ഈ പടം. പ്രധാനപ്പെട്ട പ്രശ്നം തിരക്കഥ തന്നെയാണ്. എന്താണ് ഈ സിനിമയിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിൽ തിരക്കഥയ്ക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. പടം തുടങ്ങുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആൾ തന്നെ തേച്ചിട്ട് പോയടാ എന്ന ഐറ്റമാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നായിക കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും റൊമാൻറ്റിക് സ്റ്റോറി ആയിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന്. പക്ഷെ പെട്ടെന്ന് നായകന്റെ ട്രോമ ഇതിലേക്ക് കടന്നു വരും. അപ്പോൾ അത് കോൺഫ്ലിക്റ്റ് ആവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സ്ക്രിപ്റ്റ് പിന്നെ നായികയുടെ പുറകെ പോകും. ആ കൊച്ചു ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ട് ആയതിന്റെ ഗുട്ടൻസ് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഒരു തലയും വാലും ഇല്ലാത്ത ലവ് സ്റ്റോറിയെ നാദിർ ഷാ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഏതാണ്ട് റോമിയോ ജൂലിയറ്റ് പോലെയൊക്കെ ആക്കാൻ നോക്കിയപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയോ അതോ അവർക്ക് ഹാർഡ് ഡിസ്ക് മിസ്സിംഗ് ആയോ എന്ന് സംശയം തോന്നിപ്പോയി. ഈ തിരക്കഥ സ്വഭാവം മാറുന്നതിന്റെ ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നാദിർ ഷാ 4 പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം അതിന്റെ ചുറ്റിലും സിനിമ ഉണ്ടാക്കിയതാണോ എന്നാണ്. വേണമെങ്കിൽ കഞ്ഞിക്കുഴിയിലെ ഋത്തിക് റോഷൻ എന്ന് വിളിക്കാവുന്ന ഒരു കഥാപാത്രത്തെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതേ മാനറിസങ്ങൾ, അതേ ക്യാരക്ടർ ആർക്ക്, ഏതാണ്ട് അതേ പെർഫോമൻസ്. നായികയായിട്ട് വന്നിട്ടുള്ളത് അക്ഷയ ഉദയകുമാറാണ്. നായികയുടെ മൂഡ് മാറുന്നതൊക്കെ പുള്ളിക്കാരി നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്വഭാവം ഇങ്ങനെ മാറുന്നതിന് ഒരു ലോജിക്ക് കൊടുക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. മണ്ടൻ ഐഡിയകൾ പറഞ്ഞ് കൂട്ടുകാരനെ ഓരോന്നിലേക്ക് തള്ളിവിടുന്ന കൂട്ടുകാരനായിട്ട് അബിൻ ബിനോ ഈ പടത്തിലുണ്ട്. ചൂരലിലുള്ള ഷമീർ ഖാൻ ശുദ്ധ മലയാളത്തിലൂടെയുള്ള ഹാസ്യം കൊണ്ട് ചത്ത് കിടക്കുന്ന ഈ സിനിമയ്ക്ക് CPR കൊടുക്കാൻ നോക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതനെ ആദ്യം കാണിച്ചപ്പോൾ ഞാൻ കരുതി ഷമ്മിയെ പോലെ ഇതിലെ വില്ലൻ ആയിരിക്കും ഇയാളെന്ന്. പടം കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ആ കഥാപാത്രം ഒരു കോമാളിയായി. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരാവശ്യവും ഇല്ലാത്ത കഥാപാത്രമായി. പൂജ മോഹൻരാജ് അവതരിപ്പിച്ച ക്യാരക്ടറിനെ കണ്ടപ്പോൾ നാദിർ ഷാ സിനിമയിലും ബോധോദയം വന്ന ശാക്തീകരിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രം വന്നോ എന്നൊരു അത്ഭുതം തോന്നി. പക്ഷേ ആ കഥാപാത്രത്തെ ഒരു കാരിക്കേച്ചർ ആക്കിക്കൊണ്ട് എൻ്റെ അമിത പ്രതീക്ഷയുടെ ഭാരം പുള്ളി കുറച്ചു തന്നു. ജാഫർ ഇടുക്കി, ഹരിശ്രീ അശോകൻ, ജോണി ആന്റണി, അജു വർഗീസ് എന്നിങ്ങനെ ഒരുപാട് പേർ പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇല്ലാത്ത കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ നായികയുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ മതങ്ങളൊക്കെ യഥാർത്ഥ സ്നേഹത്തിൽ നമ്മൾ കലർത്തുന്ന ഫ്ലേവറുകളാണ്, നമുക്ക് ഫ്ലേവറുകളൊക്കെ വേണമോ അച്ഛാ എന്ന ടൈപ്പ് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ ഫ്ലേവർ ഉപമ അങ്ങേയറ്റം അരോചകമായതുകൊണ്ടാണെന്ന് തോന്നുന്നു നായികയുടെ അച്ഛൻ പുളിച്ച തെറിയും പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ പടം കാണുന്നവർ അയാൾക്ക് വേണ്ടിയിട്ടാണ് കൈയടിച്ചത്. റീലുകളിലൂടെയും ഷോർട്സുകളിലൂടെയും ചിരിപ്പിക്കുന്ന കണ്ടന്റുകൾ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുണ്ട്. അത് കാണാൻ വേണ്ടി അവർ പൈസ കൊടുത്ത് തിയേറ്ററിലേക്ക് വരില്ല എന്നത് ചില സംവിധായകർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രോളുകളും മീമുകളും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ കൊളാഷാണ് ഈ പടം. ഓഡിയൻസിൽ നിന്ന് നാദിർ ഷാ എത്രത്തോളം അകന്നു പോയിരിക്കുന്നു എന്നത് കാണിച്ചു തരുന്ന പടം കൂടിയാണ് മാജിക് മഷ്റൂംസ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്